ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ആദ്യ വിശുദ്ധൻ്റെ നാമകരണ നടപടികൾക്കുള്ള രൂപതാതല നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചതായി രൂപതാധികൃതർ. പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നുള്ള രക്തസാക്ഷി ആകാശ് ബഷീറിൻ്റെ നാമകരണ നടപടികളാണ് അതിരൂപതയിൽ പൂർത്തിയായത്. 2015 മാർച്ച് 15 ലാഹോറിലെ യൂഹാനാബാദ് ഏരിയയിലുള്ള സെൻറ്റ് ജോൺസ് ദേവാലയത്തിൽ ചാവേറിൻ്റെ ആക്രമണം തടയുന്നതിനിടെയാണ് 20-കാരനായ ആകാശ് ബഷീർ കൊല്ലപ്പെട്ടത്. താലിബാൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും 70-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അക്രമി ദേവാലയത്തിൽ പ്രവേശിക്കാതെ പിടിച്ചു നിർത്തിയ ആകാശ് അക്രമിയോടൊപ്പം പൊട്ടിത്തെറിക്കുകയായിരുന്നു. 2016 ലാഹോർ അതിരൂപത ആകാശിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 2022 ആകാശ് ബഷീറിനെ വത്തിക്കാൻ ദൈവദാസനായി പ്രഖ്യാപിച്ചു. ആകാശിൻ്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ലാഹോറിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ തിങ്ങി നിറഞ്ഞ വിശ്വാസി സമൂഹം സാക്ഷിയാക്കി ലാഹോറിലെ ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ ഷായും മറ്റു ഉദ്യോഗസ്ഥരും നാമകരണ നടപടികൾ പൂർത്തിയാക്കിയതായി രേഖകളിൽ ഒപ്പുവെച്ചു. 38 സെക്ഷനുകളിലായി രൂപതയുടെ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കിയതായി വൈസ് പോസ്റ്റുലേറ്റർ ഫാദർ ഗബ്രിയേൽ ക്രൂസ് പറഞ്ഞു. ആകാശിൻ്റെ ജീവിതം, രക്തസാക്ഷിത്വം തുടങ്ങിയവയെക്കുറിച്ചുള്ള ആളുകളുടെ സാക്ഷ്യപത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.